നമസ്കാരം. നമുക്കെല്ലാവർക്കും മഹാഭാരതത്തിൽ പല കഥകളും ഉള്ളതറിയാം. പല കഥകളും നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ വായിച്ചിട്ടുണ്ട് കാണും. അതിൽ കൃഷ്ണൻ ദുര്യോധനെ കാണാൻ പോകുന്ന ഭാഗം, അദ്ദേഹത്തിന് യുദ്ധത്തിന് മുമ്പ് അദ്ദേഹം ഒരു തീരുമാനം എടുക്കാനാണ്. പാതി രാജ്യം വേണം എന്ന് ഒരു പക്ഷിയുടെ കാലിൽ ഒരു മെസ്സേജ് ഇട്ട് അയക്കാമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് അറിയാം അതൊന്നും ശരിയാകില്ല, ധർമ്മയുദ്ധം അനിവാര്യമാണ്. തീർച്ചയായിട്ടും ആ യുദ്ധം നടന്നാണെന്ന് കൃഷ്ണൻ്റെ മനസ്സിൽ ഒരു ദൃഢത വന്നു. എങ്കിലും അത് പോയി സംസാരിച്ച് ആ യുദ്ധത്തിനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്യാനായിട്ടുള്ള ഒരു ബുദ്ധിയായിട്ടാണ് ശ്രീകൃഷ്ണൻ ദുര്യോധനെ കാണാൻ പോകുന്നത്. അപ്പോൾ അവിടെ പോകുന്നതിന് അടുത്ത ദിവസം കാലത്താണ് അപ്പോയിൻമെൻറ്റ്. രാജാവല്ലേ ദുര്യോധനൻ. അപ്പോൾ വൈകുന്നേരം ആ രാജ്യത്തേക്ക് പോകുന്നു. അവിടെ എവിടെയെങ്കിലും താമസിച്ചിട്ട് അടുത്ത ദിവസം കാലത്ത് ദുര്യോധനെ കാണാനായിട്ടുള്ള പ്ലാനാണ്. അപ്പോൾ അവിടെ പോയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ മുമ്പേ പറയട്ടെ. പോകുന്നതിന് മുമ്പ് അതായത് അവിടെ പോയിട്ട് അദ്ദേഹത്തിൻ്റെ പ്ലാൻ എന്താണ് പറഞ്ഞല്ലോ, യുദ്ധം നടത്തണം, ധർമ്മയുദ്ധം നടത്തണമെന്ന്. പാതിരാജ്യം നമുക്കൊക്കെ അതറിയാം. പാതിരാജ്യം ചോദിക്കും, ഇല്ല എന്ന് പറയും. പിന്നെ ഒരു ചെറിയ ഗ്രാമം ഒന്നും കൊടുക്കില്ല, സൂചി കുത്തുന്ന ഒരു സ്ഥലം പോലും കൊടുക്കില്ല എന്ന് ദുര്യോധനൻ പറയും. എന്നാൽ അപ്പോൾ ഓക്കെ, യുദ്ധത്തിന് നിങ്ങൾ തയ്യാറാണെന്ന് പറയും. അപ്പോൾ യുദ്ധത്തിനുള്ള എല്ലാം പ്ലാൻ അദ്ദേഹം ചെയ്തു. ഇതാണ് കൃഷ്ണൻ്റെ പ്ലാൻ. അത് പ്രകാരം ഡിസ്കഷനൊക്കെ നടക്കും. പക്ഷേ അടുത്ത ദിവസം കാലത്ത് പോയി സംസാരത്തിനൊക്കെ മുമ്പ് വൈകുന്നേരം കൃഷ്ണൻ ആ രാജ്യത്ത് പോയി അവിടെയെങ്കിലും താമസിക്കണമല്ലോ. അപ്പോൾ വിതുരർ എന്ന് പറഞ്ഞ കഥാപാത്രത്തിനെ നിങ്ങൾ കേട്ട് കാണും അല്ലെങ്കിൽ വായിച്ച് കാണും. എല്ലാവർക്കും അറിഞ്ഞതാണ് പറയുന്നത്. വിതുരർ ആരാണ്? ധൃതരാഷ്ട്ര സഹോദരൻ. വേറൊരു അമ്മയ്ക്ക് ജനിച്ചതുകൊണ്ട് അദ്ദേഹം രാജാവായില്ല. പക്ഷെ അദ്ദേഹം വളരെ ഭക്തിയുള്ളൊരു മനുഷ്യനാണ്. പ്രത്യേകിച്ച് ശ്രീകൃഷ്ണനോട് അതീത ബഹുമാനവും ഭക്തിയുള്ള ഒരാളാണ്. അപ്പോൾ ആ രാജ്യത്തിനുള്ളിൽ വരുമ്പോൾ തന്നെ കുറേ പേര്, വിതുരരടക്കം കുറേ പേര് ശ്രീകൃഷ്ണൻ സ്വീകരിക്കാൻ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ശ്രീകൃഷ്ണൻ നടന്ന് പോകുന്ന സമയത്ത് വിതുരർക്ക് അറിയില്ല എവിടെയാണ് ഇദ്ദേഹം താമസിക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ശ്രീകൃഷ്ണൻ തമാശക്ക്, ഇതാരുടെ വീടാണ്? ഇത് ഇന്ന മന്ത്രിയുടെ വീടാണ്. ഇതാരുടെ വീടാണ്? ഇത് ഇന്ന വൈദ്യരുടെ വീടാണ്. അങ്ങനെ ഓരോ വീടും പറഞ്ഞു പോകുന്ന സമയത്ത് ഒരു ചെറിയൊരു കുടിൽ കാണും. ആ കുടിലിൻ്റെ അവിടെ പോയി ഇതാരുടെ വീടാണെന്ന് പറയുമ്പോൾ അത് വിതുരരുടെ വീടാണ് വാസ്തവത്തിൽ. അപ്പോൾ ഒന്നും ആലോചിക്കാണ്ട് ഇതാരുടെ വീടാണെന്ന് ചോദിച്ച മാത്രയിൽ വിതുരർ പറയാണ്, ഇതെൻ്റെ കൃഷ്ണൻ്റെ വീടാണ്. നോക്കൂ, അതിനുള്ള എന്തെല്ലാം താല്പര്യങ്ങളുണ്ട്. നമ്മുടെ ഡ്രസ്സായിക്കോട്ടെ, നമ്മുടെ ശരീരമായിക്കോട്ടെ, നമ്മുടെ ജീവനായിക്കോട്ടെ, നമ്മൾ സ്നേഹിക്കുന്ന എല്ലാം ആയിക്കോട്ടെ, നമുക്ക് കിട്ടിയിട്ടുള്ള എല്ലാം വീട്, സ്വത്തുകൾ എല്ലാം ഭഗവാൻ നമുക്ക് തന്നതല്ലേ. എന്താണ് നമ്മൾ സമ്പാദിക്കാനായിട്ട് എന്താണുള്ളത്? നമ്മളെന്താണ് ചെയ്തത്? അറിവും ബുദ്ധിയും ആയുസ്സും നല്ല മാതാപിതാക്കളും നല്ല ഗുരുക്കന്മാരും ആത്മീയ ചിന്തയും. ഭക്തി നമ്മൾ ചെയ്യുന്നില്ല. ഭക്തി തരാനായിട്ട് ദൈവത്തിൻ്റെ കൃപയുള്ളതുകൊണ്ടാണ് നമുക്ക് ഭക്തി കിട്ടുന്നത്. നമ്മൾ ദൈവത്തിനെ പറ്റി ആരാധിക്കുന്നത്. ധ്യാനം ചെയ്യാനൊക്കെ എങ്ങനെയാണ്? എത്ര പേർക്ക് ഭാഗ്യമുണ്ട് ധ്യാനം ചെയ്യാനൊക്കെ? കുറേ പേർക്ക് ധ്യാനത്തിന് സ്പെല്ലിംഗ് തന്നെ അറിയില്ല. നമുക്കതൊക്കെ അറിയുന്നുണ്ട്. അപ്പോൾ എല്ലാം ഭഗവാൻ തരുന്നതാണെന്നുള്ള സർവം ഈശ്വരാർപ്പണം എന്നൊക്കെ പറയുന്നതിൻ്റെ പിന്നിലെ അർത്ഥമൊക്കെ ഇതല്ലേ. എല്ലാം ദൈവം തരുന്നതല്ലേ, എല്ലാം അവനിൽ നിന്ന് വരുന്നു എന്നുള്ള ആ സങ്കല്പം കൊണ്ട് പെട്ടെന്ന് വിതുരർ പറയാണ്, ഇത് കൃഷ്ണൻ്റെ വീടാണ്. അപ്പോൾ കൃഷ്ണൻ നേരെ അങ്ങോട്ട് ചെല്ലുകയാണ്. വിതുരർക്ക് അങ്ങോട്ട് എങ്ങനെയാ പറയുക, നമ്മുടെ വീട്ടിലേക്കൊക്കെ പെട്ടെന്ന് ദൈവം വന്നാൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുക? അത് തന്നെയാണ് അദ്ദേഹത്തിന്. ആകെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഉടനെ ഇലയൊക്കെ തിരിച്ചിടുകയാണ്. ഇടത്തെ ഭാഗത്ത് നിന്ന് വലത്തെ ഭാഗത്തേക്കല്ലേ ഇടേണ്ടത്. ചെറിയ ഭാഗത്ത് നിന്ന് വലുത്തെ ഭാഗം അത് തിരിച്ചിട്ടു, അത് മറിച്ചിട്ടു. പിന്നെ പഴം വയ്ക്കുന്ന സമയത്ത് പഴം കളഞ്ഞിട്ട് തോല് വയ്ക്കുകയാണ്. കൃഷ്ണൻ അതിങ്ങനെ ആ സ്നേഹവും ആ സ്നേഹം കൊണ്ടുള്ള ആ ഒരു അസൗകര്യവും ഒക്കെ കണ്ടിങ്ങനെ കൃഷ്ണൻ ആസ്വദിക്കുകയാണ്. വിതുരർക്ക് തന്നോടുള്ള അത്രത്തോടുള്ള ആ സ്നേഹം, ബഹുമാനവും ഭക്തിയും കണ്ടിട്ട് അദ്ദേഹത്തിന് വളരെ സന്തോഷം. അതുപോലെ നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ ധ്യാനങ്ങളും നമ്മൾ ചെയ്യുന്ന സൽപ്രവർത്തികളും എല്ലാം കണ്ട് നമ്മുടെ ദൈവം എപ്പോഴും സന്തോഷിക്കുന്ന ദൈവം. ദൈവത്തിനോട് പേടിക്കേണ്ടതൊന്നുമില്ല. ദൈവം നമ്മൾ അത്രത്തോളം സ്നേഹിക്കുന്ന സ്നേഹമാണല്ലോ ദൈവം. തിരിച്ച് നമുക്ക് സ്നേഹം മാത്രം കൊടുക്കുക. എങ്ങനെ സ്നേഹിക്കുക? മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കുക, മറ്റുള്ളവർക്ക് നന്മകൾ ചെയ്യുക, പുറത്തൊന്ന് പറഞ്ഞ് അകത്തൊന്ന് വിചാരിച്ചല്ലേ. അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ട് ദൈവം ദുഃഖിക്കും. ദൈവത്തെ നമ്മൾ ദുഃഖിപ്പിക്കരുത്. നമ്മളെപ്പോഴും ദൈവത്തെ സന്തോഷിപ്പിക്കുക നമ്മുടെ സ്നേഹം കൊണ്ട്, നമ്മുടെ കരുണ കൊണ്ട്. അപ്പോൾ കൃഷ്ണൻ അവിടെ എല്ലാം കാണുകയാണ്. അത് കഴിഞ്ഞ് അന്ന് രാത്രി അവിടെ താമസിച്ചിട്ട് വിതുരർക്ക് ആ സന്തോഷം. എൻ്റെ ഇത്ര ചെറിയൊരു കുടിലിൽ ഭഗവാൻ വന്നിട്ട് താമസിക്കാന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കുക, എന്തായിരിക്കും ആ സ്ഥിതി.
അടുത്ത ദിവസം കാലത്ത് രണ്ടുപേരും കൂടിയിട്ട് ദുര്യോധനൻ്റെ പാലസിലേക്ക് പോകുന്നു. അവിടെ ഈ നെഗോസിയേഷനൊക്കെ പറഞ്ഞിട്ട് ശ്രീകൃഷ്ണന് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ, ശ്രീകൃഷ്ണൻ യുദ്ധം നടക്കണം, അത് വേറെ ഒന്നും അദ്ദേഹത്തിന്, അതാണ് പ്ലാൻ. പക്ഷേ ശ്രീകൃഷ്ണൻ ഒരിക്കലും യുദ്ധത്തിൽ ആരും ശ്രീകൃഷ്ണൻ കൊന്നിട്ടില്ല. ശ്രീകൃഷ്ണൻ തേരോട്ടിയായിരുന്നു, ആ രഥത്തിനെ നയിക്കുന്ന ഒരു ഡ്രൈവർ, പക്ഷേ മാർഗദർശിയായിരുന്നു. അപ്പോൾ പറഞ്ഞു വന്നത് വിദുരർക്ക് അവിടെ ഇതെല്ലാം കഴിഞ്ഞ് നെഗോസിയേഷൻ കഴിഞ്ഞ് കൃഷ്ണൻ യുദ്ധത്തിനുള്ള എല്ലാം റെഡി ആയതിനു ശേഷം സന്തോഷമായിട്ട് വിദുരനോട് സംസാരിക്കുന്ന സമയത്ത് ഒരു റൂമിൽ കൃഷ്ണൻ തൻ്റെ വിശ്വരൂപം കാണിച്ചു കൊടുക്കുകയാണ്. ഇതാണ് വിശ്വരൂപം എന്ന് പറഞ്ഞത്, തൻ്റെ ആ വിശ്വരൂപം. എനിക്കറിഞ്ഞ രണ്ടുപേർക്കാണ് അദ്ദേഹം വിശ്വരൂപം കാണിച്ചിട്ടുള്ളത്. ഒന്ന് വിദുരർക്കും പിന്നെ അർജുനൻ എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പം ഏതായാലും വിദുരർക്ക് തൻ്റെ വിശ്വരൂപം കാണിച്ചു കൊടുക്കും. അതിന് എത്ര അതിനും എത്ര പുണ്യങ്ങൾ ചെയ്യുന്നു, എത്ര ഭാഗ്യമായിരിക്കും അത്. അവിടെ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇതിലൊക്കെ നമ്മൾ ചെറിയ ആൾക്കാർ നമ്മൾ വിചാരിച്ചാലും ദൈവത്തിൻ്റെ ദർശനത്തിൽ നമ്മൾ ചെറിയതല്ല, നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ് അല്ലേ. നമ്മൾ ദൈവത്തെ, നമ്മൾ പിതാവേ അമ്മ എല്ലായിട്ടും നമുക്ക് ദൈവത്തിനെ സങ്കല്പിക്കാം. സുഹൃത്തായിട്ട് ദൈവത്തെ പ്രേമിക്കുന്ന ആൾക്കാരുണ്ട്. ദൈവത്തോട് പ്രേമമാണ്, പരിശുദ്ധമായ പ്രേമമാണ്. മീരയ്ക്കും ആണ്ടാളിനൊക്കെ ഉണ്ടായിരുന്ന എന്താണ്? പ്രേമമാണ്. അതുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുന്ന ആൾക്കാർ അവരാരായാലും ദൈവം അവരുടെ വീട്ടിൽ വരും, അവർ കൂടെ ആഹാരം കഴിക്കും, അവർ കൂടെ ഉണ്ടാകും. ചിലപ്പോൾ കൃഷ്ണൻ്റെ രൂപത്തിലായിരിക്കില്ല, ഒരു പാവപ്പെട്ട വിശക്കുന്നവൻ്റെ രൂപത്തിലായിരിക്കും, നല്ല വസ്ത്രമില്ലാത്ത ഒരു പാവപ്പെട്ടവൻ്റെ രൂപത്തിലായിരിക്കും. പക്ഷെ അതിലൊക്കെ ദൈവമുണ്ട്. അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത് എന്താണ്? എല്ലാവരും ദൈവമുണ്ടല്ലോ. അങ്ങനെ നോക്കുമ്പോൾ എല്ലാവരും കൃഷ്ണനാണ്, എല്ലാവരും ക്രിസ്തുവാണ്, എല്ലാവരും മുഹമ്മദ് അള്ളാവാണ്. അങ്ങനെ നമുക്ക് ജാതി മത വ്യത്യാസങ്ങളൊന്നുമില്ലാതെ എല്ലാ മനുഷ്യരും സ്നേഹിക്കാനായിട്ട് ദൈവം എല്ലാവരിലേക്കും ഇറങ്ങി വരുന്ന ഒരു ദൈവം, ഉയരത്തിലുള്ള ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി നമ്മുടെ മനസ്സുകളിലേക്ക് വരുന്നു. എല്ലാവരുടെ മനസ്സുകളിലും ദൈവമുണ്ട്. ആ ദൈവത്തെ ഈ ശരീരത്തെ അമ്പലമായിട്ടും നമ്മളുടെ ഈ അമ്പലത്തിൽ കുടികൊള്ളുന്ന ആ ദൈവത്തിനെ മൂർത്തിയെ നമ്മൾ ഉൾക്കൊണ്ട് നമ്മളും ദൈവമാണെന്നുള്ള ആ അറിവ് കൊണ്ട്, എങ്ങനെയാണ് ദൈവമാകുന്നത് പറയുമ്പോൾ, ഈ ശരീരം ഞാനല്ല എന്ന് പറയുന്നു അല്ലേ. ഞാൻ വാടകയ്ക്കെടുത്താണ്, ആത്മാവാണ് ഞാൻ. ആത്മാവ് ജീവാത്മാവാണ്. ജീവാത്മാവ് എവിടെ നിന്നാണ് വന്നത്? പരമാത്മാവിൽ നിന്ന്. ഈ ബോഡി ഞാൻ വെക്കേറ്റ് ചെയ്തിട്ട് ഞാൻ തിരിച്ചു പോകുന്നത് എവിടെയാണ്? പരമാത്മാവിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഞാനും പരമാത്മാവ് ഒന്നല്ലേ, അപ്പോൾ ഞാനും നിങ്ങളും ദൈവമല്ലേ അല്ലേ. അപ്പോൾ അവർക്ക് നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു ദൈവം എങ്ങനെയാണ് സംസാരിക്കുക, ദൈവം എങ്ങനെയാണ് ക്ഷമിക്കുക എന്നുള്ളതിനുള്ള പരിശീലനം ആണ് ഈ മനുഷ്യ ജന്മത്തിൽ നമ്മളിരുന്ന് മനുഷ്യത്വത്തിലിരുന്ന് നമ്മൾ ദൈവികതയിലേക്കുള്ള യാത്ര. അത് പലർക്കും അതാണ് റിയലൈസേഷൻ. എന്താണ് റിയലൈസേഷൻ? വി ഹാവ് ടു റിയലൈസ് ദാറ്റ് വി ആർ ദ ആത്മൻ, വി ആർ നോട്ട് ദ ബോഡി. നമ്മുടെ ആത്മാവാണ്. നമ്മുടെ ശരീരമോ നമ്മുടെ ബുദ്ധിയോ നമ്മുടെ അറിവോ ഒന്നുമല്ല, നമ്മുടെ സ്വത്തോ ഒന്നുമല്ല. അതൊക്കെ നമ്മുടെ പൊസിഷൻ. ഇന്നാളുടെ മകനാണ്, അത് നിൻ്റെ പേരൻ്റെ നെയിം അല്ല, അങ്ങനെ ഓരോന്നും പറഞ്ഞിട്ട് പോവാം. പക്ഷെ നമ്മൾ ആരാണെന്നുള്ള ആ അറിവാണ്, നമ്മുടെ ആത്മാവാണെന്നുള്ള അറിവ്. ആ ആത്മാവാണെന്നുള്ള അറിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് വീണ്ടും 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 എത്രയോ ജന്മം എടുത്തിട്ട് കല്ല്, ചെടി, പൂക്കൾ, അങ്ങനെ എന്തൊക്കെയോ എടുത്തിട്ട് അവസാനം കുറേ മനുഷ്യജന്മങ്ങൾ എടുത്തതിന് ശേഷമൊക്കെയാണ് നമുക്ക് ഈ ആത്മജ്ഞാനം നമുക്ക് കിട്ടുന്നത്. ആത്മജ്ഞാനം കിട്ടിയിട്ട് നമ്മൾ ആത്മാവാണെന്ന് മനസ്സിലായിട്ട് നമ്മുടെ ദൈവികത നമുക്ക് വന്നിട്ട് ആ ദൈവികതയിൽ എപ്പോഴും അതിലിരിക്കാൻ ശ്രമിച്ചിട്ട് അതുപോലെ സംസാരിക്കുക, അതുപോലെ ജീവിക്കുക, പരിശുദ്ധമായി ജീവിക്കുക, നല്ല വാക്കുകൾ പറയുക, നമുക്കറിഞ്ഞത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, സ്വാർത്ഥമായി ഇല്ലാതെ, ഒരു സ്വാർത്ഥത ഇല്ലാതെ ഒരു നിസ്വാർത്ഥമായി നമ്മുടെ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക. ഇതൊക്കെയാണ് നമ്മൾ കാണുമ്പോൾ വിദുരരുടെ വീട്ടിലേക്ക് കൃഷ്ണൻ പോയി ആഹാരം കഴിച്ചു. അടുത്ത ദിവസം പാലസിലേക്ക് പോയി ദുര്യോധൻ്റെ അടുത്ത് എല്ലാം സംസാരിച്ച് യുദ്ധത്തിനൊക്കെ തയ്യാറായി. വിദുരരെ വിളിച്ചിട്ട് റൂമിൽ വിശ്വരൂപം കാണിച്ചു കൊടുത്തു. ഇത്രയാണ് നമ്മൾ സാധാരണക്കാരിങ്ങനെ മനസ്സിലാകും. പക്ഷേ ആത്മീയ തലത്തിൽ അതൊന്നുമല്ല. നമ്മുടെ ഹൃദയത്തിൽ ദൈവം വരും, നമ്മുടെ കൂടെ നിവസിക്കും. നമുക്ക് എല്ലാം നമ്മുടെ കാതുകളിൽ നമ്മൾ മൗനമായിരിക്കുന്ന സമയത്ത്, ധ്യാനം ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത് എല്ലാ ഉപദേശങ്ങളും ദൈവം തമ്പുരാൻ നമുക്ക് തരും. ആ സ്നേഹത്തിൽ നമുക്ക് നിറഞ്ഞിരിക്കാം, ആ ഭക്തിയിൽ നിറഞ്ഞിരിക്കാം. ഒരു അമ്മ പറയായിരുന്നു, ഒരു ഗുരു പറഞ്ഞു, ഒരു നദി പോലെ ദൈവത്തിലേക്കുള്ള ചിന്ത നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അതാണ് ആത്മജ്ഞാനം, ആത്മചിന്ത, ചിത്താനന്ദം എന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും ചിത്തത്തിൽ ആനന്ദത്തിലേക്ക് എപ്പോഴും ചിരിച്ചിരിക്കുക. മിനിങ്ങാന്ന് ഞാൻ ഒരു ശിവഭക്തിയോട് ഞാൻ സംസാരിച്ചിരിക്കുകയായിരുന്നു. എന്തോ കുറേ ജന്മങ്ങളായിട്ട് എനിക്ക് പരിചയമുള്ളതുപോലെ ആ കുട്ടീനോട് സംസാരിച്ചു. എനിക്കും അങ്ങനെ തോന്നി. ശിവന് വേണ്ടിയിട്ട് അവരുടെ യാത്രയിൽ, ആത്മീയ യാത്രയിൽ
എൻ്റെ ജീവിതത്തിലും അതിലും വ്യത്യാസങ്ങളുണ്ട്. എല്ലാം ഒന്നാണ്, ആത്മീയത എല്ലാം ഉണ്ട്. പാട്ട്, ഭജന, നാമജപം, ധ്യാനം എല്ലാം കൂടിയതാണ് ആത്മീയത. അത് മാത്രമാണെന്ന് പറയുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. എല്ലാം കൂടിയതാണ് നമുക്ക് ആത്മീയത. എല്ലാം വേണം, നമുക്ക് നാമജപം വേണം, അമ്പലത്തിൽ പോകണം, എല്ലാം പോകണം. പക്ഷെ ഓരോ സ്റ്റേജിലെത്തുന്ന സമയത്ത് നമ്മളാണ് ശരീരമെന്ന് മനസ്സിലാക്കുന്ന സമയത്ത് പിന്നെ അവിടെ പോയിട്ടും ധ്യാനമാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് നമുക്ക് ഗുരുക്കന്മാർ പറഞ്ഞിട്ടുണ്ട്. എല്ലാം നമുക്ക് വേണം. പക്ഷെ ആ കുട്ടിയെ കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. ഞങ്ങൾ ഇതിലാണ് കണ്ടത്, വീഡിയോയിലാണ് കണ്ടത്. കുറേ സംസാരിച്ചു. അവർക്ക് ദൈവത്തോടുള്ള ആ അഭിനിവേശം കണ്ട് ഞാൻ അവർക്ക് നല്ലൊരു ആശംസകൾ ഒരു കവിതയായിട്ട് എഴുതി. എൻ്റെ ഒരു സുഹൃത്ത്, യൂഎസിലുള്ള സുഹൃത്ത് കൊണ്ട് ഒരു ചെറിയ മ്യൂസിക് അവർക്ക് ആശംസകൾ ദിവസം നിങ്ങൾ കേൾക്കും, ശിവൻ്റെ അനുഗ്രഹം കിട്ടും എന്നുള്ള ആ വരികൾ എല്ലാം വിട്ടിട്ട് ഞാൻ അയച്ചിരുന്നു. അതൊരു സന്തോഷമാണ്. നമുക്ക് മറ്റുള്ളവരെ നമ്മളും ദൈവഭക്തിയുള്ള ആൾക്കാരെ കാണുമ്പോഴും അവർ നമ്മളോട് ഇഷ്ടപ്പെട്ട് സംസാരിക്കുമ്പോഴും ആ സ്നേഹത്തിനെയും അത് ബഹുമാനപൂർവ്വം പരസ്പരം നമ്മൾ പങ്കിടുമ്പോഴൊക്കെ എത്ര സന്തോഷമാണെന്ന് ഞാൻ വിസ്മയിച്ചു പോയി. അതേ സന്തോഷം നമുക്ക് എപ്പോഴും തരാനാണ്. എപ്പോഴും ഈശ്വര ചിന്ത, ഒരു പാട്ടുണ്ടല്ലോ, ഈശ്വര ചിന്ത ഇതൊന്നേ ഉലകിൽ ശാശ്വതമേ ഉലകിൽ. ഈശ്വര ചിന്ത ഇതൊന്നേ മനുജനു ശാശ്വതമേ ഉലകിൽ. അത് മാത്രം മനസ്സിലാക്കിയാൽ നമുക്കറിയാം എന്താണ് ശാശ്വതം, എന്താണ് അനശ്വരം. എല്ലാം നമുക്ക് അറിയാം. എല്ലാം ഭൂമിയിൽ കാണുന്നതൊക്കെ ശരീരം ഇൻക്ലൂഡിങ് ദിസ് ബോഡി നശ്വരമാണ്. ദൈവചിന്ത മാത്രം, ദൈവം മാത്രം. ദൈവത്തിലേക്ക് നമ്മൾ പോകുന്ന ആ ജീവാത്മാവായിട്ട് നമ്മൾ പരമാത്മാവിലേക്ക് ലയിക്കുന്ന ഇതൊക്കെയാണ് സത്യം. നശ്വരമല്ലാത്തത്, അനശ്വരമായത്. ആ അനശ്വരത്തിലേക്കുള്ള യാത്ര, അതാണ് നമ്മുടെ ഈ ജീവിതയാത്ര. അതെപ്പോഴും അതിനുള്ള പ്രയത്നങ്ങൾ, ജോലി ചെയ്യാം, കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷേ എപ്പോഴും ചിന്ത നമ്മൾ അതിൽ കണക്റ്റഡ് ആയിരിക്കണം. അതിന് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ധ്യാനം, ആത്മീയമായിട്ടുള്ള ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നത്, നമ്മളത് പ്രായോഗികമായിട്ട് ഇപ്പോൾ തെറ്റുകൾ ചാകും, വീണ്ടും നമ്മൾ തെറ്റുകൾ ചെയ്യും. ഒരു കുട്ടി ജനിച്ചുടനെ നടക്കുന്നില്ലല്ലോ, പല പ്രാവശ്യം നടക്കും, താഴെ വീഴും, അതിനുശേഷം എണീറ്റ് നടക്കും. അതുപോലെ തെറ്റുകളായാലും നമ്മൾ ദുഃഖിക്കേണ്ടത്, അതെല്ലാം ഒരു പ്രോസസ്സാണ്. ശരികളും തെറ്റുകളും എല്ലാം ചേർന്നതാണ്. പിന്നെ അവസാനം നമ്മൾ എത്തേണ്ട സ്ഥലത്ത് നമ്മളെത്തും. അപ്പം നമുക്ക് ഇതിനു മുമ്പ് ജീവിതം എന്ത് വേണമെങ്കിൽ ആയിക്കോട്ടെ, ഇനിയുള്ള ജീവിതം, ഈ വർത്തമാനകാലം, ഇനിയുള്ള കാലം നമുക്ക് കുറേ പുണ്യങ്ങൾ ചെയ്യാം, കുറേ നല്ല കാര്യങ്ങൾ ചെയ്യാം. പാവപ്പെട്ടവരെ സഹായിക്കാം, വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കാം, വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കാം, ദുഃഖിച്ചിരിക്കുന്നവരുടെ കണ്ണീര് തുടയ്ക്കാം, സമാധാന വാക്കുകൾ പറയാം. നമ്മളെ ദ്രോഹിച്ചവർക്ക് പോയിട്ട് നമുക്ക് നന്മകൾ ചെയ്യാം. അവരുടെ മനസ്സ് എന്തെങ്കിലും ആ പാറയിലുള്ള ഈറം പുറത്തു വരും, അവർക്കത് മനസ്സിലാകും. അവർ നമുക്ക് തെറ്റുകൾ ചെയ്തോട്ടെ. അവരുടെയൊക്കെ വാസ്തവത്തിൽ അവർ നമുക്ക് ദ്രോഹം ചെയ്യുന്ന സമയത്തും നമ്മൾ വേദനിപ്പിക്കണം, നമ്മുടെ പാപങ്ങൾ അവരെടുക്കുകയാണ്. അതൊന്നും അവർക്ക് അറിയുന്നില്ല. അതുകൊണ്ട് പോട്ടെ, അവരെയും അതുകൊണ്ട് നമ്മുടെ സ്നേഹത്തിന് അവർ അർഹരാണ്. എല്ലാവരെയും ഉൾക്കൊണ്ടിട്ട് വേണം നമ്മൾ ഈ ജീവിതം നയിക്കാനായിട്ട്. ആരെയും വെറുക്കണ്ട. അതുകൊണ്ട് എല്ലാവരെയും നമുക്ക് സ്നേഹിക്കാം. സ്നേഹം നമുക്ക് എന്നും നമ്മുടെ വലിയൊരു ആയുധമായിരിക്കട്ടെ. സ്നേഹവും സമാധാനവും മാത്രമാണ് നമ്മുടെ ഈ എല്ലാ കോശങ്ങൾക്കും അറിയുള്ളൂ. അങ്ങനെയാണ് സൃഷ്ടിയിൽ ദൈവം നമുക്ക് എല്ലാം ആക്ടിവേറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ മനസ്സും വിതുരരെ പോലെ നമ്മൾ വയ്ക്കാം. ശ്രീകൃഷ്ണൻ സ്നേഹവും, ശ്രീകൃഷ്ണൻ്റെ കൃപയും, ശ്രീകൃഷ്ണൻ്റെ കരുണയും. ശ്രീകൃഷ്ണൻ എന്ന് പറയുമ്പോൾ എല്ലാ ദൈവങ്ങളും, നിങ്ങൾ ഏത് മതത്തിൽ വിശ്വസിച്ചാലും ആ മതത്തിലുള്ള നിങ്ങൾ വിശ്വസിക്കുന്ന ആ ദൈവവും ദൈവത്തിൻ്റെ കൃപയും കരുണയും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അതിന് എൻ്റെ വിനീതമായ ആശംസകൾ.